ഓം ശരവണ ഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭരണി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളടങ്ങുന്ന ഒരു ചെറിയ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രതികൂല നക്ഷത്രങ്ങൾ, ദശാകാലങ്ങൾ, ദശാകാല ദോഷസമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങൾ, വിവാഹ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ. ഭരണി നക്ഷത്രം മേടം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഗണം മനുഷ്യഗണവും യോനി പുരുഷ യോനിയുമാണ്. മൃഗം ആന, വൃക്ഷം നെല്ലി, പക്ഷി പുള്ളാണ്, ഭൂതം ഭൂമിയാണ്, ദേവത യമൻ, ഉപാസന മൂർത്തി സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ്. ഭാഗ്യ നിറം ചുമപ്പാണ്. ഭാഗ്യ സംഖ്യ 9 ദശനാഥൻ ശുക്രനാണ്. ഈ നക്ഷത്രക്കാർ ധരിക്കേണ്ടതായ രത്നം പുഷ്യരാഗം, വജ്രം എന്നിവയാണ്. ഭാഗ്യ ദിവസം എന്നത് ചൊവ്വയും വെള്ളിയുമാണ്. ഇവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങൾ ഉള്ളവരുമായി യാതൊരു വിധമായ ഇടപാടുകളും നടത്താതിരിക്കുക. ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ നടത്താതിരിക്കുന്നതും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. ഇനിയും ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ശുക്രദശയാണ് ഈ നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങളുടെ തുടക്കം. ശുക്രദശ 20 വർഷമാണ് ഉള്ളത്. നമ്മളിവിടെ പകുതി 10 എടുക്കുകയുള്ളൂ. 10 വർഷമായിട്ടാണ് എടുക്കുക, ഏകദേശം 10 വർഷമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ 10 വയസ്സ് വരെയും ശുക്രദശയും, രവിദശ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയും, ചന്ദ്രദശ 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയും, കുജദശ 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും, രാഹുർദശ 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെയും, വ്യാഴദശ 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയും, ശനിദശ 67 വയസ്സ് മുതൽ 86 വയസ്സ് വരെയും, ബുധദശ 86 വയസ്സ് മുതൽ 103 വയസ്സ് വരെയും ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ദശാകാലങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലമായി കാണപ്പെടുന്ന ദശാസമയം ചന്ദ്രദശയും രാഹുർദശയും ശനിദശയും ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലമായി അനുഭവപ്പെടുന്നതാണ്. ചന്ദ്രദശ തുടങ്ങുന്നത് 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയും, രാഹുർ ദശ തുടങ്ങുന്നത് 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെയും, ശനിദശ തുടങ്ങുന്നത് 67 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുമാണ്. ദശാകാലങ്ങളിൽ ചന്ദ്രദശാകാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകൾ, കുടുംബക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും നന്നായി പ്രാർത്ഥിക്കുകയും വേണം. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ദേവിക്ക് തെറ്റിപ്പൂവിൻ്റെ പൂമാല സമർപ്പിക്കുന്നതും ഈ ദശാകാലങ്ങളിലേറെ ഗുണം ചെയ്യുന്നതുമാണ്. രാഹുർ ദശാകാലങ്ങളിൽ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ
രാഹുർ ദോഷ വഴിപാട്, രാഹുർ ദോഷ ശാന്തി വഴിപാട് നടത്തുകയും ശിവക്ഷേത്രത്തിൽ കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുകയും ജലധാര നടത്തുന്നതും ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. ഇനിയും ശനിദശാകാലമാണെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ജനം നടത്തണം. ശനീശ്വര പൂജ നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, അർച്ചന എന്നിവ നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും. ഈ വഴിപാടുകളൊക്കെ മാസത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതല്ല 6 മാസം കൂടിയിരിക്കുമ്പോഴെങ്കിലും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈ ദശാകാലങ്ങളിൽ, ഈ പറഞ്ഞിട്ടുള്ള ദശാകാലങ്ങൾ ദോഷകാലമായി വരുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടതായ വഴിപാടുകൾ എല്ലാ മാസവും ചെയ്താൽ അതേറെ ഗുണം ചെയ്യുന്നതാണ്. ഇനിയും നക്ഷത്ര പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, മേടക്കൂറിൽ ഉൾപ്പെടുന്ന കാർത്തിക, പുണർദം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ശതയം, പൂരുരുട്ടാതി, രേവതി. ഇവ ഉത്തമമായതും മധ്യമമായതുമായ നക്ഷത്രങ്ങളാണ്. ഇനിയും ഭരണി നക്ഷത്രം പുരുഷ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, തുലാം കൂറിലെ വിശാഖം, ഉത്രാടം, തിരുവോണം, ശതയം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നക്ഷത്ര പൊരുത്തങ്ങൾ മാത്രമാണ്. ഇതോടൊപ്പം തന്നെ ഗ്രഹനില പൊരുത്തം കൂടെ നോക്കേണ്ടതായി ആവശ്യമാണ് വിവാഹത്തിന്. വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.